സമരം നടത്താനും പോലീസിന്റെ തല്ലുകൊള്ളാനും ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വേണം. ഒടുവിൽ കേസാകും. കേസ് തീർക്കാൻ പണത്തിന് എവിടെ പോകും? ഒരൊറ്റ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇന്നാ പിടിച്ചോ ഒരു 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ എന്ന് പറഞ്ഞു തരില്ല. യൂത്ത് കോൺഗ്രസ് നേതൃസംഗമം പരിപാടിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ വേദിയിലിരുത്തി യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ കത്തിക്കയറി. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ സമരങ്ങളെ നേരിടുന്നു, പ്രതിഷേധങ്ങളെ നേരിടുന്നു, അല്ലെങ്കിൽ പ്രതിരോധങ്ങളെ നേരിടുന്നു. നമുക്കുണ്ടാവുന്ന കേസുകൾ ഇന്ന് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നിട്ട് 34 കേസുകളാണ്. ഇന്നും ഒരു കേസ് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഈ 34 കേസുകൾക്ക് മിനിമം 1000 രൂപ വെച്ച് കൂട്ടിയാൽ പോലും 34,000 രൂപ നമ്മൾ അടക്കണം. ഈ 34,000 രൂപ അടക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ്, ഞാൻ എല്ലാവരെയും അടക്കം പറഞ്ഞ ഒരു വിദ്വേഷത്തിന്റെ പേരിൽ പറഞ്ഞതല്ല, എനിക്ക് ആരോടും വിദ്വേഷമില്ല, എല്ലാവരും നമ്മളുടെ നേതാക്കളാണ്. പക്ഷേ അടക്കം പറയുമ്പോൾ ഈ കേസുകൾ തീർക്കാൻ, ഒരു കേസ് തീർക്കാൻ ഇന്ന് അതിന്റെ ഈ പൈസ കാണുന്നല്ലോ, ഒരു 1000 രൂപ അല്ലെങ്കിൽ 500 രൂപ നീ വെച്ചോളൂ എന്ന് പറയുന്ന എത്ര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്? ഒരാൾ പോലും ഇത്രയും നാളായിട്ട് പറഞ്ഞിട്ടില്ല. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ വിമർശനം തീർന്നു എന്ന് മുതിർന്ന നേതാക്കൾ ആശ്വസിച്ചപ്പോൾ ദാ വരുന്നു അതിലും വലുത്. സമരം നടത്താനും പ്രസ്ഥാനത്തെ വളർത്താനും കോൺഗ്രസ് നേതാക്കളുടെ എത്ര മക്കൾ യൂത്ത് കോൺഗ്രസിലുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ ചോദ്യം. ഒരു കൈ ചൂണ്ടി അപ്പുറത്തെ അറ്റം വരെ ചെന്നാൽ അതിനകത്ത് എത്ര നേതാക്കളുടെ മക്കൾ ഇന്ന് യൂത്ത് കോൺഗ്രസിലുണ്ട് നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ ഇന്നത്തെ ഭാരവാഹികൾ സമരങ്ങൾ നടത്തിക്കോട്ടെ, പ്രതിഷേധങ്ങൾ നടത്തിക്കോട്ടെ, കേസുകളായിക്കോട്ടെ, ഈ കോടതിയിൽ പോയി രാവിലെ 10 മണി മുതൽ ഇവരെല്ലാം യൂത്ത് കോൺഗ്രസ് KSU കാലങ്ങളിലൂടെ വളർന്നു വന്നവരാണെന്ന് എനിക്ക് നമുക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയാം. പക്ഷേ ഈ പറയുന്ന എത്ര നേതാക്കളുടെ മക്കൾ യൂത്ത് കോൺഗ്രസിലുണ്ട്, KSUലുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം ആലോചിക്കണം. നിങ്ങളുടെ കാലത്ത് ഒന്ന് കൈഞ്ഞൊടിച്ചാൽ പ്രകടനത്തിന് 100-150 പേർ ഓടിയെത്തുമായിരുന്നു. ഇപ്പോൾ കാലം മാറി. വളരെ നിർബന്ധിച്ചാണ് ഓരോരുത്തരെ മണ്ഡലം പ്രസിഡന്റ് പോലും ആക്കുന്നത്. യൂത്ത് കോൺഗ്രസ് അങ്ങേയറ്റം പരിതാപകരമായി നിൽക്കുന്ന സംവിധാനമാണ്. നമ്മൾ ധാരാളം സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്, പ്രതിരോധങ്ങൾ നടത്തിയിട്ടുണ്ട്, സേവനങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇതെല്ലാം നടന്നു പോകുന്നു. പിന്നെ കാലം മാറിയതോടൊപ്പം രാഷ്ട്രീയവും ചരിത്രവും ഒക്കെ മാറി. പണ്ട് നിങ്ങളൊക്കെ നിന്നിരുന്ന ഈ സമയത്ത് ഒന്ന് കൈകൊട്ടി വിളിച്ചാൽ 150, 200, 250 യൂത്ത് കോൺഗ്രസ് കൂടുന്ന ഒരു ചരിത്രമല്ല അന്ന് ചരിത്രമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ കാലമല്ല. നമ്മളുടെ ഈ ഭരണം കാരണം പല യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഈ നമ്മുടെ നാട് വിട്ടു പോകുന്നു. ഇന്നിവിടെ ഉള്ളത് പരിതാപകരമായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുവാൻ ഇന്ന് താല്പര്യമുള്ള, നമ്മൾ അങ്ങോട്ട് വിളിച്ച് ഫോഴ്സ് ചെയ്ത് ഒരു മണ്ഡലം പ്രസിഡന്റാകുന്നു, ജില്ലാ ഭാരവാഹി ആകുന്ന പ്രവർത്തകരാണ്. യൂത്ത് കോൺഗ്രസുകാരെ വിമർശിക്കുന്നതിന് മുമ്പ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആത്മപരിശോധന നടത്തണം എന്ന് ഓർമ്മപ്പെടുത്തിയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രസംഗം അവസാനിപ്പിച്ചത്. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.